യുഎസിന്റെയും ഇസ്രായേലിന്റെയും ഭീഷണി വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ പ്രതിരോധ ശേഷി കൂടുതൽ മെച്ചപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇറാൻ. യഥാർത്ഥത്തിൽ ഇറാനെതിരെ പൊരുതാനുള്ള ധൈര്യം ഇസ്രായേലിനുണ്ടോ? ലോകത്തെ ശക്തരായ ഇരു രാജ്യങ്ങൾക്ക് മുന്നിൽ ചങ്കുറപ്പോടെ നിൽക്കാൻ ഇറാനെ സഹായിക്കുന്നത് എന്താണ്? ലോകം ഇറാനെ കാണുന്നത് ആണവ ശേഖരത്തിലുള്ള കരുത്തിലാണ്. ഇതിനിടയിലാണ് ഇറാൻ തങ്ങളുടെ പ്രതിരോധ ശേഷികൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ തയ്യാറെടുക്കുന്നത്. ഇറാനിയൻ സൈന്യം ഇഖ്തിദാർ 1403 വ്യോമ പ്രതിരോധ പരിശീലനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു. ഇത് ചില്ലറയൊന്നുമല്ല ഇസ്രായേലിനെയും യുഎസിനെയും കുഴപ്പിക്കുന്നത്. മാത്രമല്ല, ഇറാൻ തദ്ദേശീയമായി നിർമ്മിച്ച മജീദ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം അഭ്യാസത്തിന്റെ പുതിയ ഘട്ടത്തിൽ കൂടുതൽ വിപുലമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ശത്രുപരമായ ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും വെടിവെച്ചിടുന്നതിനുമുള്ള തന്ത്രങ്ങളാണ് സൈന്യം പരിശീലിക്കുന്നത്. ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ മധ്യ മേഖലകളിൽ നടക്കുന്ന പരിശീലനത്തിൽ റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധ യൂണിറ്റുകളും ഉപയോഗിക്കും. കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആക്റ്റീവ് പാസീവ് റഡാർ സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. യുദ്ധക്കളത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നതിനാണ് ഈ പരിശീലനം നടത്തുന്നത്. മാത്രമല്ല, ഇതിലൂടെ രാജ്യം ആഭ്യന്തരമായി നിർമ്മിച്ച വിവിധതരം നൂതന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരവസരം കൂടി സൈന്യത്തിന് നൽകുന്നുണ്ട്. വ്യോമാക്രമണം, മിസൈൽ ആക്രമണങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധതന്ത്രങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ഭീഷണികളെ നേരിടുന്നതിൽ ഈ സംവിധാനങ്ങൾ പ്രയോജനപ്പെടും. കൂടാതെ ശത്രുക്കളുടെ ഭീഷണികളോട് പ്രതികരിക്കുന്നതിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സേനയുടെ സന്നദ്ധത എത്രത്തോളമുണ്ടെന്ന് വിലയിരുത്താനും വർദ്ധിപ്പിക്കാനും ഈ പരിശീലനം ഏറെ സഹായകമാകും. ട്രംപ് അധികാരമേറ്റതിനു ശേഷം ഇറാനുമായുള്ള സംഘർഷം വർദ്ധിക്കുന്നതിൽ വിമുഖത കാണിക്കുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ മാസം ഇറാനിയൻ ആണവാടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ ഇസ്രായേൽ ആക്രമണത്തെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിന് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ട്രംപ് മറുപടി പറഞ്ഞത്. ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാൻ ഒരു കരാറിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ പ്രവർത്തനങ്ങൾ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള രഹസ്യ ശ്രമമായിട്ടാണ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പണ്ടേ കണ്ടിരുന്നത്. പക്ഷേ ഇറാൻ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. അവരുടെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു ഇറാൻ. അതേസമയം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന മാസങ്ങളിൽ ശേഖരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിന്റെ ദേശീയ സുരക്ഷാ സംഘവുമായി പങ്കിട്ടതായും റിപ്പോർട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഈ ആഴ്ചത്തെ അമേരിക്കൻ സന്ദർശന വേളയിൽ ഇറാനിലെ ആണവ ബോംബ് നിർമ്മാണത്തെക്കുറിച്ചുള്ള പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഉത്തരവിടുന്നതിനെക്കുറിച്ച് നെതന്യാഹു പലതവണ ആലോചിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട്. പക്ഷേ നയതന്ത്ര ഉപദേഷ്ടാക്കളും അമേരിക്കയും ഇസ്രായേലിനെ ഈ നടപടിയിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു. കൂടാതെ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുൻപ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടിയെക്കുറിച്ച് ആലോചിച്ചിരുന്നുവെന്നും എന്നാൽ ഒടുവിൽ ആക്രമണങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിൽ നിന്ന് വിട്ടുനിന്നുവെന്നും ആക്സിയോസ് റിപ്പോർട്ട് ചെയ്തു.